എല്ലാവരും ഇങ്ങോട്ട് നോക്കി. സൂക്ഷിച്ചോ, ചെക്കൻ ഇത്തിരി ആക്രാന്തം കൂടുതലുള്ള കൂട്ടത്തില. ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് ഇതിൽ ആർക്കാണ് ഗുണം? ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഇവളിത് എന്ത് ഭാവിച്ച? ഇപ്പൊ നാട്ടിൽ തന്നെ ഒരു കരക്കമ്പി ഉണ്ട്. പുതിയ പൊസിഷൻ പഠിക്കണമെങ്കിൽ ദിൽസിലിന്റെ പ്രൊമോഷൻ വീഡിയോ കണ്ടോ? കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. എന്താ നിന്റെ ഉദ്ദേശം? മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മസാല ചേർത്തിട്ടുള്ള ഒരു പ്രൊമോഷൻ. ഇതൊക്കെയുള്ള ജീവിതം എന്ന് പറയുന്നത്. ജനിക്കണമെങ്കിൽ ആളെ പോലെയൊക്കെ ജനിക്കണം. മസ്താനി ഒരു വീഡിയോ ഇട്ട് ആ വീഡിയോക്ക് കൂടുതൽ നെഗറ്റീവ് കമന്റ്സും ട്രോൾസും വരികയാണെങ്കിൽ മസ്താനി രക്ഷപ്പെട്ടെന്നാണ് സത്യം. ഞാനത് ഇപ്പോഴേ അറിയണത്. സത്യം. ഞങ്ങളെ വെച്ചിട്ട് ഒരു കിടിലൻ ടാസ്ക് ആണ്. സാധാരണ പുള്ളി ഒരാളെയാണ് അറ്റ് എ ടൈം പൊക്കാറ്. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ഞങ്ങൾ രണ്ടുപേരെയും. എന്റെ പൊന്നു കൂട്ടുകാരെ ഓവറാക്കരുത്. പേരുണ്ടോ എന്ത് അങ്ങനെ നീ കിടക്ക്, ഞാൻ പൊക്കാം. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആദ്യം ദിൽസിൽ കിടക്കും, ദിൽസിലിന്റെ മുകളിൽ അജിൻ കിടക്കും, അതിന്റെ മുകളിൽ മസ്താനി കിടക്കൂല ഇരിക്കും. ഊമ്പി പോയി. കുറച്ച് കേറുന്ന ഓക്കെ റെഡി. വെളിച്ചെണ്ണ കിട്ടിയേക്കൊള്ളായിരുന്നു. നല്ല കൂലി പതിവില്ലാന്ന് പറഞ്ഞു. അതെന്റെ വണ്ടി ഒന്ന് പോളിഷ് ചെയ്യണം. കാലകത്തി വെച്ചപ്പോ കരിപിടിച്ച തത്തമ്മ. ഞാനും കൂടെ കൂടട്ടെ കളിക്കേ. ടൂവിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. എന്ത് കാര്യത്തിനാണ് കഴപ്പ് കാലത്തേക്ക് വടംവലി പോയിട്ട് ഡ്രൈവിംഗ് ചെയ്യാൻ പോലും പറ്റില്ല. ഞങ്ങളെ രണ്ടുപേരും ഇത്രയും വെയിറ്റ് ഉള്ള രണ്ടുപേരെയും പൊക്കിയപ്പോ ഇത് ഒറിജിനൽ തന്നെ. ഇനി എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. കടന്നു പോകൂ പുറത്ത്. കൊളക്കോഴിക്ക് തൈറോയിഡ് ഒന്നുമില്ല. പോട്ടെ രമേ, പോട്ടെ രാധേ, போட்ட இந்து லைக் பண்ணுங்க, ஷேர் பண்ணுங்க, சப்ஸ்கிரைப் பண்ணுங்க. மறக்காம கீழ இருக்கிற பெல்ல ஒரு தட்டு தட்டு.